സുഹൃത്തുക്കളെ നമസ്കാരം. ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസ് തൻ്റെ അനുയായികളോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം, എങ്കിലും സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നു. അതെ സുഹൃത്തുക്കൾ, ഇന്ന് ലോകത്ത് കാണുന്ന സകല മാറ്റങ്ങളും വികസനങ്ങളും പുരോഗതിയും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചും സമരങ്ങളും ചർച്ചയിലൂടെയൊക്കെയാണ് നടന്നത്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കാനും സമരം ചെയ്യാനും പഠിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നപ്പോൾ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, പലതിനും മറുപടിയില്ല. ചില ചോദ്യങ്ങളെ അവർ ഭയക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചവനെ നിഷ്കരണം ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അടിച്ചമർത്തുന്നു. എന്നാൽ ചില ചോദ്യങ്ങൾ നാം ചോദിച്ചേ മതിയാവൂ. അത് നമ്മുടെ സമൂഹത്തിൻ്റെയും വരും തലമുറയുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. മലയാളിയെ ഒന്നാകെ സ്പർശിക്കുന്നതും എന്നാൽ നാം തീരെ പ്രാധാന്യം കൊടുക്കാത്തതുമായ ചില വിഷയങ്ങൾ പൊതുജന സമക്ഷത്തേക്ക് വെക്കുകയാണ് ഹരിതകേരള ന്യൂസ്. പലതരം രോഗങ്ങളുടെ തലസ്ഥാനമായിരിക്കുകയാണ് ഇന്ന് കേരളം. യുവാക്കൾ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന നിത്യസംഭവം. എന്തുകൊണ്ടായിരിക്കും ജീവിതശൈലി രോഗങ്ങളും മറ്റും നമ്മുടെ ജനതയെ മാത്രം വലിയ തോതിൽ ബാധിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് ഭക്ഷണം വില്ലനാകുന്ന കാര്യം മനസ്സിലാകുക. പ്രബുദ്ധരെന്നും സ്വയം അഭിമാനിക്കുന്ന നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരു പ്രാധാന്യവും നൽകുന്നില്ല. കൃഷിയും കാർഷിക സംസ്കാരവും എല്ലാം മുതിർന്ന തലമുറയുടെ ഓർമ്മയിൽ മാത്രം. ഇനി കൃഷി ചെയ്യാൻ ആരെങ്കിലും തയ്യാറായാൽ വേണ്ട പിന്തുണ സർക്കാരിൽ നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ലഭിക്കുന്നില്ല. നഷ്ടം വന്ന് ആത്മഹത്യ ചെയ്തവർ നിരവധി. 90-കൾക്ക് ശേഷം മലയാളികൾ ഭൂരിഭാഗവും കാർഷിക രംഗത്തെ ഉപേക്ഷിച്ച് മറ്റു മേഖലയിലേക്ക് ചൂടുമാറ്റി. ഇതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലാഭം മാത്രം നോക്കി കൃഷി ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും മാത്രമായി മലയാളികളുടെ അടുക്കളയിൽ. നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ എവിടെ നിന്ന് വരുന്നു, എവിടെ കൃഷി ചെയ്യുന്നു എന്നുപോലും അറിയാത്തവരാണ് പുതിയ തലമുറ. മത്തങ്ങയും കുമ്പളവും തിരിച്ചറിയാത്തവർ. ഉയർന്ന ജോലികളും മൊബൈലും കമ്പ്യൂട്ടറും ലൈക്കും ഷെയറും ഒക്കെയാണ് അവരുടെ ജീവിതം. ഇവരെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിൽ കുറ്റക്കാർ നാം തന്നെയല്ലേ? നമ്മളുടെ ഈ നിസ്സംഗതയ്ക്ക്, ജാഗ്രതക്കുറവിന് പുതിയ തലമുറ വലിയ വില കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നാം കണ്ടു. പക്ഷേ മനുഷ്യജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷ്യോൽപാദനത്തിൽ ഒരു മാറ്റവും പുരോഗതിയും കാണുന്നില്ല. ഈ യാഥാർത്ഥ്യം മുൻകൂട്ടി കാണാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കാത്ത ഭരണകൂടവും കൃഷി ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥരുമെല്ലാം തികഞ്ഞ പരാജയമല്ലേ? ഒരു നാടിനെ തന്നെ അപായത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഇവർ ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്ന് നാം ചോദിച്ചു തുടങ്ങണം. നമ്മുടെ പൂർവികർ കൊണ്ട വെയിലും ഒഴുക്കിയ വിയർപ്പുമാണ് ഇന്ന് നമ്മുടെ തണൽ. അവർ നട്ട തെങ്ങും കവുങ്ങും മാവും പ്ലാവും കവുങ്ങും തണൽ മരങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ആകെയുള്ള കൃഷി. ഇതൊന്നും നമുക്ക് ജീവൻ നിലനിർത്താൻ പോകുന്ന കൃഷികളല്ല. നമുക്ക് വേണ്ടത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളുമാണ്. അക്കാര്യത്തിലും നാം തികഞ്ഞ പരാജയവും. മലയാളിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന പച്ചമുളക് പോലും കൃഷി ചെയ്യാനും ചെയ്യിപ്പിക്കാനും സാധിക്കാത്ത കൃഷി വകുപ്പിനെ ലോകാവസാനം വരെ ഇങ്ങനെ നിലനിർത്തേണ്ടതുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി ഹരിതകേരള ന്യൂസ് കേരളത്തിലുടനീളം സഞ്ചരിച്ച് മനസ്സിലാക്കിയ കാർഷിക രംഗത്തെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളും പരിഹാര മാർഗങ്ങളും വരും ദിവസങ്ങളിൽ സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കും വരും തലമുറയ്ക്കും ആരോഗ്യത്തോടെ ഇവിടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ നിലവിലെ സിസ്റ്റത്തിന് മാറ്റം അനിവാര്യമാണ്. അതിനായി നാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ മാറ്റങ്ങൾ വരുത്താൻ ഭരണാധികാരികൾ നിർബന്ധിതരാകും. നന്ദി, നമസ്കാരം.